തിരുവനന്തപുരം മ്യൂസിയത്തിൽ നടക്കാനിറങ്ങിയ യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ 3 ദിവസമായിട്ടും പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ്. പ്രതിയെ സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും പ്രതി ഒളിച്ചിരുന്ന സ്ഥലമടക്കം കാണിച്ചു നൽകിയിട്ടും പോലീസ് പരിശോധനയ്ക്ക് തയ്യാറായില്ലെന്നാണ് യുവതിയുടെ ആരോപണം. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, CCTV ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം പോലീസ് അതനുസരിച്ചുള്ള രേഖാചിത്രം തയ്യാറാക്കി. യുവതി പക്ഷേ ഇപ്പോഴും പരാതിയിലാണ്. കാരണം പ്രതി പിടിയിലായിട്ടില്ല. വളരെ പ്രധാനമായ മേഖലയിൽ നടന്ന ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് പോലീസ് ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം എന്താണ്? സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് തന്നെയുള്ള വിലയിരുത്തൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. കാരണം 3 ദിവസമായി സ്റ്റേഷന് അടുത്തൊരു സംഭവം ഉണ്ടായിട്ട് ആ പ്രതിയെ പിടികൂടാൻ ഇതുവരെയും മ്യൂസിയം പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരു രേഖാചിത്രവും ഒപ്പം തന്നെ അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഈ പ്രതി വന്നിട്ടുള്ള കാർ അടക്കമുള്ളവ കണ്ടെത്താനും ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. സ്വാഭാവികമായും 3 ദിവസം പിന്നിടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഈ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ യുവതി എത്തി പരാതി നൽകിയതിനു ശേഷമാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രതിക്കെതിരെ ചുമത്താനടക്കമുള്ള തീരുമാനത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അതായത് വെളുപ്പിന് 4:40 ബുധനാഴ്ച ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ആ സംഭവം ഉണ്ടായതിനു ശേഷം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തുകയും കൃത്യമായ പരിശോധന നടത്തിയില്ല എന്നുള്ള ഒരു ആരോപണമാണ് യുവതി മുന്നോട്ട് വെക്കുന്നത്. അതായത് പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലമടക്കം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സ്ഥലം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ തെരച്ചിൽ നടത്താനോ തയ്യാറായില്ല എന്ന് യുവതി ആരോപണം ഉയർത്തുകയും ചെയ്തു. അതേ രീതിയിലേക്ക് തന്നെയായിരുന്നു കാര്യങ്ങൾ പോവുകയും ചെയ്തത്. പിന്നീട് CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇവിടെ നിന്നും മടങ്ങിയതിനു ശേഷം പ്രതി അവിടെ നിന്നും കാറിൽ കയറി രക്ഷപ്പെടുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്തു. ഇത് വലിയ രീതിയിൽ പോലീസിന് മേൽ വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി കടന്നുപോയപ്പോഴാണ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണമെന്ന് ഒപ്പം തന്നെ പോലീസിന് നടപടിക്കെതിരെ പരാതി നൽകാൻ യുവതി തയ്യാറാകുന്നത്. അതിനുശേഷം കമ്മീഷണർക്ക് പരാതി നൽകിയതിനു ശേഷമാണ് തുടർ നടപടികളിലേക്ക് സ്വാഭാവികമായും പോലീസ് കടക്കുകയും ചെയ്തത്. അതിനുശേഷം യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് ഒരു രേഖാചിത്രം തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. മഫ്ലർ അടക്കം ധരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതി എത്തിയത്. ബനിയൻ മാത്രമായിരുന്നു ധരിച്ചിരുന്നത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉടനടി തന്നെ പോലീസ് ഈ പ്രതിയെ പിടികൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം DCP അജിത് കുമാർ വ്യക്തമാക്കിയത്. കാരണം ഏത് ദിശയിലേക്കാണ് പ്രതി പോയതെന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തത ഇതുവരെയും പോലീസിന് ലഭ്യമാകുകയും ചെയ്തിട്ടില്ല. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും സമീപ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി സമീപകാലത്ത് പോലീസിനെതിരെ വ്യാപക വിമർശനം വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കൊല്ലത്ത് സൈനികനെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നാളുകളിൽ ഈ സമീപകാലത്ത് വലിയ വിമർശനങ്ങൾ പോലീസിന് നേരിടേണ്ടി വരുന്നു. അതിനു പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ഈ യുവതിയുടെ പരാതിയിൽ മേൽ കേസെടുത്തില്ല, കൃത്യമായ ഇടപെടലുകൾ നടത്തിയില്ല തുടങ്ങിയ ആരോപണം യുവതി ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെയും കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ പോലീസ് സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. മ്യൂസിയത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് 3 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇയാൾക്ക് ഈ പോലീസിന്റെ സംശയം ഇപ്പോൾ ഏത് തരത്തിലാണ് മിഥുൻ? കാരണം ഇതൊരു സാധാരണ സംഭവമാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവമാണോ? അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ജാമ്യമില്ലാ വകുപ്പ് അടക്കം ഈ പ്രതിക്കെതിരെ ചുമത്തുകയും ചെയ്യുന്നത്. ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ അല്പസമയത്തിന് മുമ്പ് മറ്റൊരു സമാന സംഭവം ഈ ഒരു മേഖലയിൽ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടുകയും ചെയ്യും. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിയിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് കഴിഞ്ഞ ദിവസം DCP വ്യക്തമാക്കിയിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റ് തെളിവുകളൊന്നും തന്നെ ഈ മേഖലയിൽ നിന്ന് പ്രതിയെ കണ്ടെത്താനായി പോലീസിൽ ലഭ്യമാകുകയും ചെയ്തിട്ടില്ല. ആ സമയത്ത്, അതായത് ഏകദേശം അക്രമം നടന്ന 8 മിനിറ്റിനുള്ളിൽ തന്നെ പ്രതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ അക്രമം നടന്ന കാര്യങ്ങൾ യുവതി പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മ്യൂസിയം പോലീസ് അവിടെ എത്തുകയും കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രതിയെ ആ സമയത്ത് തന്നെ പിടികൂടാമായിരുന്നു. ഒളിച്ചിരിക്കുന്ന സ്ഥലമടക്കം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവിടെ കൃത്യമായ
കൃത്യമായ അന്വേഷണം നടത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും പോലീസ് വൃത്തങ്ങൾ കടക്കുകയും ചെയ്തത്. ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കൂടാതെ ആ സമയത്ത് ഈ പ്രദേശത്തിലുണ്ടായിരുന്നുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് സംഘം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രതി കേന്ദ്രീകരിച്ച് പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.